ബെയിൽ ഓർഡർ ജയിലിലെത്താൻ വൈകിയതോ മറ്റോ ആയിരിക്കും അച്ഛാ. അച്ഛനെ അഡ്വക്കേറ്റിനെ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്ക്. വേണ്ട മോളെ, സൂപ്രണ്ട് റിലീസ് ഓർഡർ സൈൻ ചെയ്ത് വരെയുള്ള കാര്യങ്ങൾ അഡ്വക്കേറ്റ് എന്നെ അറിയിച്ചിട്ടുണ്ട്. അവനിങ് എത്തിക്കോളൂ. സച്ചിയേട്ടൻ ഇന്ന് കോടതിയിൽ പോവായിരുന്നു. ഇന്ദ്രനും അവന്റെ അമ്മയും വന്നതുകൊണ്ടല്ലേ അത് മുടങ്ങിയത്. വേണ്ടാത്ത കാര്യങ്ങളിലൊന്നും തലയിട്ട് വെക്കരുതെന്ന് ഇന്ദ്രനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോ ഇന്ദ്രന് പണം കൊടുത്തത് അബദ്ധമായെന്നാണ് നീ പറയുന്നത്? അബദ്ധമാകാതെ നോക്കിയാ കൊള്ളാം. അല്ല, ആ സുശീലയുടെ ഉദ്ദേശം എന്താണെന്ന് അച്ഛനും മോൾക്കും അറിയാലോ. അത് അംഗീകരിച്ചുകൊണ്ടാണ് പണം കൊടുത്തതെങ്കിൽ നഷ്ടമൊന്നും വരില്ല. തൽക്കാലം ഞാൻ ഇന്ദ്രനെ സഹായിച്ചത് ഒരു ലാഭനഷ്ടവും നോക്കിയിട്ടല്ല സാവിത്രി. നമ്മുടെ മോൻ തിരിച്ചു വരുന്ന ദിവസമാണ്. അതുകൊണ്ട് ഈ വീട്ടിൽ കയറി വന്നൊരു സഹായം ചോദിച്ചവരെ നിരാശരാക്കി വിടണ്ടെന്ന് കരുതി. അത്രേ ഉള്ളൂ. ഏട്ടൻ വന്നെന്ന് തോന്നുന്നു സച്ചേട്ടാ. സുഖല്ലടി മോനെ. നിങ്ങൾ രണ്ടുപേരും കൂടി അവനെ ശ്വാസം മുട്ടിക്കല്ലേ? അവനൊന്ന് വീട്ടിനകത്തേക്ക് വന്നോട്ടെ. ആടാ അച്ഛാ. ആടാ അങ്ങോട്ട് ഇരിക്കടാ മോനെ. ഇരിക്കും മോനെ. മോനെ സത്യനെവിടെ? അവൻ പോയോ? ഞാനിവിടെ ഉണ്ട്. ഇനിയിവിടെ എന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ പോയിട്ട് നാളെ വരാം. ഏട്ടനെ കൂട്ടിക്കൊണ്ടുവരാൻ അച്ഛനാണോ സത്യേട്ടനെ ഏൽപ്പിച്ചേ? കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഞാൻ ചെല്ലരുതെന്ന് ഗോകുൽ അറിയിച്ചതായി വക്കീൽ എന്നോട് പറഞ്ഞു. പിന്നെ ഇവനെയല്ലേ എനിക്ക് അയക്കാൻ പറ്റൂ. അങ്കിളെ ഏൽപ്പിച്ച കാര്യം ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചു ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് എങ്ങോട്ടും വിടാതെ ഗോകുലിനെ നോക്കിക്കോണേ. ദിവസവും 1.5 മണിക്കൂർ ക്ലാസ് എടുക്കാൻ എനിക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അച്ഛന്റെ അമ്മയുടെ ഇന്ദുവിന്റെ ഒക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് അതിന് സമയം ഉണ്ടാവുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. സത്യം വന്നിരിക്കേ, അവന്റെ കൂടെ ഇരുന്നൊരു ചായ കുടിച്ചിട്ട് പോടാ. വേണ്ടെങ്കിൽ ഞങ്ങള് വഴിയിലിറങ്ങി ചായ കുടിച്ചു. അങ്കിള് വിളിക്കുമ്പോ ഞാൻ ചെറിയൊരു കുടുംബ പ്രശ്നത്തിലായിരുന്നു. ഇനിയിപ്പോ പോയിട്ട് അതെന്തായെന്ന് അന്വേഷിക്കണം. അതൊക്കെ എപ്പോഴേ സോൾവ് ആയി സത്യേട്ടാ. ഇന്ദ്രേട്ടനും അമ്മ ഇവിടെ വന്നിരുന്നു. ഇന്ദ്രേട്ടൻ അമ്മയോടൊപ്പം ഇവിടെ വന്നോ? എന്നിട്ട് അങ്കിള് പണം കൊടുത്തോ? ഇന്ദ്രന് എപ്പോ വേണമെങ്കിലും ഇവിടെ വന്നുകൂടെ സത്യ? പെട്ടെന്നുണ്ടായൊരു പ്രതിസന്ധിയിൽ ഞാൻ അവരെ സഹായിച്ചെന്നേ ഉള്ളൂ. അത് സത്യനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് കരുതിയാൽ മതി. എന്തായാലും സത്യം വിട്ടോ. കുടുംബത്തിലെ കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ല എന്ന് വേണ്ട. നമുക്ക് നാളെ കാണാം. ശരി, പോയിട്ട് വരാം. ശരി. എടി, നീ അവന് കഴിക്കാൻ എന്തെങ്കിലും എടുക്ക്. വേഗം കൊണ്ടുവരാം. ചെല്ലുമോണ. ഞങ്ങൾ ഇപ്പൊ കൊണ്ടുവരാം.
നീ ചെന്നൊന്ന് ഫ്രഷ് ആയിട്ട് വാ. ശരി, അച്ഛാ. ചെല്ല്.